മാജിക് മഷ്റൂം കഴിച്ച് സുബോധമില്ലാതെ യാത്രക്കാരുമായി പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ ഓഫാക്കുവാൻ ശ്രമിച്ചതിന് ജോസഫ് എമേഴ്സൺ എന്ന പൈലറ്റിനെ ഒറിഗോൺ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി. ഒക്ടോബർ 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. എമേഴ്സൺ അന്ന് ഓഫ് ഡ്യൂട്ടിയിലായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒക്ടോബർ 22-ന് എവറേറ്റിനും വാഷിംഗ്ടണിനും സാൻ ഫ്രാൻസിസ്കോയ്ക്കുമിടയിൽ ഹൊറൈസൺ എയർ നടത്തുന്ന അലാസ്ക എയർലൈൻസ് വിമാനത്തിൽ ഓഫ് ഡ്യൂട്ടി പൈലറ്റായ എമേഴ്സൺ ഉണ്ടായിരുന്നു. ഡ്യൂട്ടിയിലില്ലാത്ത ജീവനക്കാർക്കുള്ള എയർലൈൻ നയത്തിന് അനുസൃതമായി എമേഴ്സൺ വിമാനത്തിന്റെ കോക്പിറ്റിലുള്ള ജംപ് സീറ്റിലിരിക്കുകയായിരുന്നു. ആ സമയം സഹപൈലറ്റുമാരുമായി സംസാരിക്കുന്നതിനിടയിൽ എമേഴ്സൺ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം കട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ എമേഴ്സൺ അവകാശപ്പെടുന്നത് സംഭവം നടന്നതായി പറയുന്ന സമയം താൻ സ്വപ്നം കാണുകയാണ് എന്നാണ് കരുതിയിരുന്നത്. സ്വപ്നത്തിൽ നിന്നും ഉണരുവാനായാണ് ആ സമയം താൻ എമർജൻസി ഷട്ട് ഓഫ് ഹാൻഡിലുകൾ വലിച്ചത്. അതേസമയം ഇയാൾ എമർജൻസി ഷട്ട് ഓഫ് ഹാൻഡിലുകൾ വലിച്ചതോടെ വിമാനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചിരുന്നു. തുടർന്ന് മറ്റു പൈലറ്റുമാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. ശേഷം എമേഴ്സണിനെ കോക്പിറ്റിൽ നിന്ന് പുറത്താക്കി. എന്നാൽ പിന്നീടും ഇയാൾ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ചതായും മറ്റു ജീവനക്കാർ ഇയാളെ ബലപ്രയോഗം നടത്തി കീഴ്പ്പെടുത്തിയതായും പറയുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ താൻ 48 മണിക്കൂറിന് മുൻപ് മാജിക് മഷ്റൂം കഴിച്ചിരുന്നുവെന്ന് ഇയാൾ സമ്മതിച്ചു. അതിനാൽ കഴിഞ്ഞ 48 മണിക്കൂറായി താൻ ഉറങ്ങിയിട്ടില്ലെന്നും എമേഴ്സൺ പോലീസിനോട് പറഞ്ഞു. ഇത് ആദ്യമായാണ് താൻ കൂണെടുക്കുന്നതെന്നും എമേഴ്സൺ പറഞ്ഞു. 44-കാരനായ എമേഴ്സണിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ ഇയാൾ മാജിക് മഷ്റൂം കഴിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജോസഫ് എമേഴ്സൺ കുറ്റക്കാരനാണെന്ന് ഒറിഗോൺ കോടതി കണ്ടെത്തിയത്. ഇയാളുടെ പേരിൽ വിമാനത്തിലെ 83 യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചതിനും വിമാനം അപകടത്തിലാക്കാൻ ശ്രമിച്ചതിനും 84 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എമേഴ്സണിനെ ഇനി ഡിസംബർ 7-ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് AFP റിപ്പോർട്ട് ചെയ്യുന്നു.